കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പിരപ്പൻകോട് അശോകൻ, 1959 പിരപ്പൻകോട്ട് ജനനം. അച്ഛൻ പ്രശസ്ത കഥകളി നടൻ ശ്രീ ഉമ്മന്നൂർ ഗംഗാധരൻ പിള്ള, അമ്മ സുമതിയമ്മ. അച്ഛനിൽ നിന്നും കഥകളി അഭ്യസിച്ചെങ്കിലും തുടരാൻ കഴിഞ്ഞില്ല. 2006 സുദർശനം, 2016 പട്ടി വിചാരണ എന്ന കവിതാസമാഹാരം, 2023 ചുട്ടിക്കാരൻ എന്ന കവിതാസമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1990 നിരഞ്ജന എന്ന കവിതയ്ക്ക് മദിരാശി കേരള സമാജം പുരസ്കാരം, 1991 അതേ കവിതയ്ക്ക് സെക്രട്ടേറിയറ്റ് രചനയുടെ സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം, 2004 സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഭാഷാ സേവന പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വളരെ കാലം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് മലയാളം അധ്യാപകനായിരുന്നു. തൊഴിൽ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി ലേബർ ഓഫീസറായി 2015 വിരമിച്ചു. ചൂണ്ടക്കാരൻ. കൈനനയാതെ മീൻ പിടിക്കുന്നവനാണ് ചൂണ്ടക്കാരൻ. നമുക്ക് ചുറ്റും നാം നിരന്തരം ഇത്തരത്തിൽ കൈനനയാതെ മീൻ പിടിക്കുന്നവരെ കാണുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പോകും വഴിയിലൊരു കുളത്തിൻകരയിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്ന ഒരാൾ ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു. ഒരു നാളിലും അയാൾ ആരോടും സംസാരിക്കുകയോ മറ്റുള്ളവരെ നോക്കുകയോ ആ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഒന്നും അറിയുകയോ ചെയ്യാത്ത അയാൾ വൈകുന്നേരം വരെ ചൂണ്ടയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഇതെൻ്റെ മനസ്സിൽ കിടന്നതാണ് ചൂണ്ടക്കാരൻ എന്ന കവിതയ്ക്ക് ആധാരമായിട്ടുള്ളത്. ചൂണ്ടക്കാരൻ. ചൂണ്ടക്കാരൻ. ചൂണ്ടക്കാരാ നീ ഒരു നാളും കാലു നനച്ചിട്ടില്ലിപ്പുഴയിൽ, പുഴയുടെ ഉള്ളും കണ്ടിട്ടില്ല, പുഴയുടെ ആഴവും അറിയുന്നില്ല, പുഴയുടെ ഉള്ളിൽ മിടിക്കും മീനോ മീനിൻ കരളോ കരളിൻ പൊരുളോ നീ അറിയുന്നില്ല. ഇല്ല നിനക്കൊരു കൂറും കൂട്ടും കൂട്ടായ്മയും ഇക്കരയിലിതാരു ജനിച്ചാൽ ആരു മരിച്ചാൽ ആരു ഭരിച്ചാൽ എന്തൊരു കാര്യം. കൈനനയാതല്ലോ നീ മീനു പിടിപ്പതു നിത്യം, ഇരയും ചൂണ്ടയുമായി കരയിലിരിക്കും നിന്നുടെ തലയിൽ പഞ്ഞിച്ചിന്തകൾ അതിമോഹങ്ങൾ. പുഴവെള്ളപ്പൊലിമയിൽ നീ പുറമേ കാൺമതു മായക്കാഴ്ചകളല്ലോ, പുഴവെള്ളപ്പൊലിമയിൽ നീ പുറമേ കാൺമതു മായക്കാഴ്ചകളല്ലോ. ചൂണ്ടയ്ക്കെന്തു വില, ചൂണ്ടയിടാനെന്തധ്വാനം, വന്നു കുടുങ്ങുവതിൻ വില എത്ര, ചതിയുടെ പാഠം പാഠം. ചൂണ്ടക്കാരാ നിന്നുടെ ഭാവിയും അറിയുക, ഞാനൊരു കണിശക്കാരൻ. ഒരു നാൾ ഒരു മീൻ നിന്നെ ചൂണ്ടച്ചരടാൽ ചുറ്റി വരിഞ്ഞ് ഈ പുഴയുടെ ഉള്ളറതോറും കൊണ്ടു നടക്കും. ഒരു നാൾ ഒരു മീൻ നിന്നെ ചൂണ്ടച്ചരടാൽ ചുറ്റി വരിഞ്ഞ് ഈ പുഴയുടെ ഉള്ളറതോറും കൊണ്ടു നടക്കും. നീ അന്നെട്ടും പൊട്ടും തിരിയാതൊരുവൻ, നീ അന്നെട്ടും പൊട്ടും തിരിയാതൊരുവൻ, മീനോ നാരായണനായ മഹാജ്ഞാനി. ഞാനോ കാലത്തിൻ്റെ മഹാരഥമേറി ചുറ്റി നടന്ന് ഈ കാഴ്ചകൾ കാണും. ഞാനോ കാലത്തിൻ്റെ മഹാരഥമേറി ചുറ്റി നടന്ന് ഈ കാഴ്ചകൾ കാണും.
ഈ കാഴ്ചകൾ കാണും. കവിത ശംഖ്. ശംഖ് നിശബ്ദമാക്കപ്പെട്ട ഒരു കടൽ ജീവി. ക്ഷേത്രങ്ങളിൽ പ്രഭാതങ്ങളിൽ ഉണർത്താനായി ശംഖ് വിളിക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഈ ശംഖ് എടുത്ത് ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ അപ്പോഴും കടലിരമ്പം കേൾക്കാം. എഴുത്ത് നിശബ്ദമാക്കപ്പെടുമ്പോൾ, എഴുത്ത് വിലക്കപ്പെടുമ്പോൾ അതിനോടുള്ള പ്രതികരണമായാണ് ശംഖ് എഴുതിയത്. ശംഖ്. ശംഖ്. പിടിക്കാം, കൊല്ലാം, നിശബ്ദമാക്കാം, പുറന്തോടെടുത്തി ചുറ്റമ്പലത്തിലൊതുക്കി വയ്ക്കാം. ഇപ്പഴങ്കൂടിനുള്ളിലെ കടലിരമ്പം നിങ്ങളെന്തു ചെയ്യും? പിടിക്കാം, കൊല്ലാം, നിശബ്ദമാക്കാം, പുറന്തോടെടുത്തി ചുറ്റമ്പലത്തിലൊതുക്കി വയ്ക്കാം. ഇപ്പഴങ്കൂടിനുള്ളിലെ കടലിരമ്പം നിങ്ങളെന്തു ചെയ്യും? ആഴവും അസ്വസ്ഥതയും ഇരമ്പുമിക്കൂടു ചെവി ചേർത്തു നിപുണശ്രവണങ്ങൾ നോവുപ്പു ചുറയുന്ന കടലിൻ്റെ മൂകഗീതങ്ങൾ സദാ കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളെന്തു ചെയ്യും? ഉണർന്നു ഉറ്റം വരിച്ച് ഇപ്പാരിടത്തിലും പോരിടത്തിലും ഇറങ്ങാതെ അലസം കുറ്റകരമായി ഉറങ്ങുന്ന നിങ്ങളെ ഉത്തിഷ്ഠത, ജാഗ്രത, പുറപ്പെടുക പോരിനെന്ന് ഒരിടിനാദമായി അലറിഞ്ഞെട്ടിച്ചുറക്കം കെടുത്തും. നിങ്ങളെന്തു ചെയ്യും? വീണ്ടും ഈ ചുറ്റമ്പലത്തിലൊരു മൂലയിൽ മൂകശില്പമായി ആദിനാദവും ആദിശ്രുതിയും അനന്ത സൂക്ഷ്മധ്വനികളുമടങ്ങും കടലടക്കി ഏതു നേരവും മഹാപ്രതിഷേധനാദമായി പൊട്ടിപ്പുറപ്പെടാൻ കാത്ത് തിങ്ങി വിങ്ങിയിരിക്കുമിങ്ങനെ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ എന്തു ചെയ്യും നിങ്ങൾ? ഏതു നേരവും മഹാപ്രതിഷേധനാദമായി പൊട്ടിപ്പുറപ്പെടാൻ കാത്ത് തിങ്ങി വിങ്ങിയിരിക്കുമിങ്ങനെ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ എന്തു ചെയ്യും നിങ്ങൾ? എന്തു ചെയ്യും നിങ്ങൾ? കവിത അമ്മയെ വരയ്ക്കുമ്പോൾ. വളരെ ദരിദ്രമായൊരു പശ്ചാത്തലത്തിലാണ് എൻ്റെ ബാല്യകാലം കഴിഞ്ഞു വന്നത്. വളരെ മെലിഞ്ഞിട്ടായിരുന്നു എൻ്റെ അമ്മ. ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെ ഏറിയ പങ്കും ഞങ്ങൾക്ക് തന്നിട്ട് അമ്മ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അമ്മയെ ഇപ്പോൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന അങ്കലാപ്പുകളാണ് ഈ കവിതയുടെ ഉള്ളടക്കം. അമ്മയെ വരയ്ക്കുമ്പോൾ. അമ്മയെ വരയ്ക്കുമ്പോൾ. ആദി തീർത്ഥം പകർന്ന് ഉയിരു തോറ്റിച്ചതും കൺതുറപ്പിച്ച് പ്രപഞ്ചം തെളിച്ചതും മനക്കണ്ണിലേക്കായി വെളിച്ചം തളിച്ചതും അന്നമൂട്ടിപ്പൊലിപ്പിച്ചെടുത്തതും മണ്ണിലൊട്ടും പിഴയ്ക്കാത്ത ചുവടുറപ്പിച്ചതും വരകളിൽ തെളിയാത്തൊരമ്മയുടെ പുണ്യം. വളർന്നും കിളർന്നും വിശപ്പിൻ്റെ വാവട്ടമെന്തും ദഹിപ്പിക്കും അഗ്നിയായി എത്തുന്ന നേരത്തു കഷ്ടിവറ്റുള്ളിൽ കിടക്കും കലത്തിനടിത്തട്ടിലായി തവിമുട്ടും ഒച്ച കേൾപ്പിക്കാതെ സർവം വടിച്ചിട്ടു തന്നിട്ടു വയർ നിറച്ചുണ്ട പോൽ തൃപ്തിയാർന്ന് ഒരു മൊന്ത വെള്ളവും മോന്തി
ഉച്ചയൂണിൻ തളർച്ചയാറ്റാൻ ചുരുണ്ടുകൂടുന്നൊരമ്മയുടെ ചിത്രം വരയ്ക്കാൻ എളുപ്പം. നേർത്തൊരൊറ്റ വര കൊണ്ടു പൂർണ്ണം, നേർത്തൊരൊറ്റ വര കൊണ്ടു പൂർണ്ണം. മറ്റുള്ളവർക്കായിടം നൽകി നൽകി സ്വയം നേർത്തു നേർത്ത് ഒറ്റ വരയും മാഞ്ഞു മാഞ്ഞില്ലാതെയായി ശൂന്യമായി ആദിമധ്യാന്തമില്ലാത്ത വിശ്വരൂപം പൂണ്ടൊരമ്മയെ വരയ്ക്കുവാനാകാതെ വാപിളർന്നന്തിച്ചു നിൽപ്പു ഞാൻ ഈ പെരുംപാതയിൽ. ശൂന്യമായി ആദിമധ്യാന്തമില്ലാത്ത വിശ്വരൂപം പൂണ്ടൊരമ്മയെ വരയ്ക്കുവാനാകാതെ വാപിളർന്നന്തിച്ചു നിൽപ്പു ഞാൻ ഈ പെരുംപാതയിൽ. വാപിളർന്ന് അന്തിച്ചു നിൽപ്പു ഞാൻ ഈ പെരുംപാതയിൽ. ശിവകാമി, ശിവനെ കാമിച്ചവൾ എന്നർത്ഥം. ശിവനെ കാമിച്ചത് സതിയാണ് ആദ്യം, ദക്ഷപ്രജാപതിയുടെ മകൾ. ദക്ഷപ്രജാപതിയെ സംബന്ധിച്ച് സതി തൻ്റെ വളർത്തുമകളാണ്. ശിവനാകട്ടെ ദക്ഷപ്രജാപതിക്ക് അശുദ്ധമൂർത്തിയാണ്. സാധാരണക്കാരുടെ ഈശ്വരൻ എന്ന നിലയ്ക്ക് ശിവനെ ദക്ഷന് അംഗീകരിക്കാനാവില്ല. ഏതു കുലത്തിൽ പിറന്നെന്നോ ഏത് ജാതിയിൽ പിറന്നെന്നോ അറിഞ്ഞുകൂടാത്ത ശിവനുമായിട്ടുള്ള സതിയുടെ ഇഷ്ടം ദക്ഷനെ സംബന്ധിച്ച് അസ്വസ്ഥതയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവളെ പടിയടച്ച് പിണ്ടം വച്ചു. ഫലം സതി അഗ്നിയിൽ ആത്മഹത്യ ചെയ്തു. അടുത്ത ജന്മത്തിൽ അവൾ ശിവനെ തന്നെ ഇഷ്ടപ്പെട്ടു, ശിവനെ തന്നെ ധ്യാനിച്ചു. അങ്ങനെ പാർവതിയായി പുനർജനിച്ചു. ഇതിനെ ഒരു സ്ത്രീപക്ഷ കവിതയായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചതാണ് ശിവകാമി എന്ന എൻ്റെ ഈ കവിത. ശിവകാമി. ശിവകാമി. ശിവനെ അശുദ്ധമൂർത്തിയാം നിന്നെ പ്രണയിക്കയാൽ ഭ്രഷ്ടയാക്കി പടി തള്ളിയോൾ. നിത്യപ്രണയത്തിനായി അഗ്നിയെ കുളിരായി പുൽകി ഒരു ജന്മം ചുട്ടെരിച്ചവൾ. മറുജന്മത്തിലും കൊടും വേനലിൽ പഞ്ചാഗ്നി മധ്യത്തിൽ ഒറ്റക്കാൽ തപം ചെയ്വവൾ. സൃഷ്ടിയായുദിച്ചും സ്ഥിതപ്രജ്ഞമുച്ചയിൽ തപിച്ചും സന്ധ്യയിൽ ശമിച്ചും സംഹാര അന്ധകാരം വിതച്ചും ഡമരു പകരും താളമക്ഷരമാലയായി കോർത്തും തീഷ്ണ ചിന്താ തീജ്വാലയാൽ നെറ്റി പൊട്ടിപ്പിളർന്നു മുക്കണ്ണനായി ഉറവയറാത്തൊരൂർജപ്രവാഹമായി നിറഞ്ഞാടിത്തിമിർത്ത നീയന്തേ നിർവികാരനായി ഇന്ദ്രിയദമനനായി കാമദാഹം ചെയ്ത് കൊടും ധ്യാനമൂർത്തിയായിരിക്കുന്നു. തപം വിട്ടുണരുക, പുനർജനിപ്പിക്ക കാമനെ, പിറപ്പിക്ക കാളിയെ വീരഭദ്രനെ. വിഘ്നാന്തകനെ, കർമ്മയോഗിയാം വേലനെ, നിന്റെ പാതിയും കൊണ്ടേ അടങ്ങൂ ഇവൾ. വാഗർത്ഥം പോൽ നിത്യസംയോഗം കൊതിക്കയാൽ കുറവനായും കുറത്തിയായുമലയാം. ചെറ്റമാടത്തിൽ പൊറുക്കാം കാക്കാനായും കാക്കാത്തിയായും വാക്കമ്പിനാൽ തമ്പ്രാക്കളുടെ നെഞ്ചു കുത്തിപ്പിളർക്കാം. അസത്യത്തല നുള്ളി കപാലിയാകാം. ദുഷ്ചെയ്തി കണ്ട് ഉരിയാടാത്ത മൂകാസുരന്മാരെ കൊല്ലാം. ഡംബരാജാക്കളുടെ വിജയഘോഷം തകർക്കാം. ഉണരുക വികൃതപ്പൊരുളേ, ഉണരുക വികൃതപ്പൊരുളേ. ഇടർച്ചയ്ക്കൊപ്പമല്ലോ നീയെന്നും നിനക്കൊപ്പമല്ലോ ഞാനും. ചുടല നൃത്തവും ഭസ്മക്കുളിയും കഴിഞ്ഞു നീ ശാന്തനാകുമ്പോൾ നിന്റെ പാതിയായി അങ്ങനെ മയങ്ങിക്കിടക്കും ശക്തി ദുർഗയായി ശിവകാമി ഞാനും.
ചുടല നൃത്തവും ഭസ്മക്കുളിയും കഴിഞ്ഞു നീ ശാന്തനാകുമ്പോൾ നിന്റെ പാതിയായി അങ്ങനെ മയങ്ങിക്കിടക്കും ശക്തി ദുർഗയായി ശിവകാമി ഞാനും, ശക്തി ദുർഗയായി ശിവകാമി ഞാനും. കവിത ചുട്ടിക്കാരൻ. ചുട്ടിക്കാരനെ ഒരുപക്ഷെ പരിചയം കാണും. കഥകളിയിൽ അണിയറയിൽ വേഷങ്ങളെ തീർക്കുന്ന ആളാണ് ചുട്ടിക്കാരൻ. നിരവധി വേഷങ്ങളെ ചുട്ടികുത്തി വിടുന്ന ഈ ചുട്ടിക്കാരൻ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. പൂർവ്വ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചരങ്ങിലെത്തിക്കുക എന്ന മഹാദൗത്യമാണ് ഈ ചുട്ടിക്കാരൻ ഏറ്റെടുത്തിട്ടുള്ളത്. ദുര്യോധനെയോ ദുശാസനെയോ കൃഷ്ണനെയോ നരസിംഹത്തെയോ ഒന്നും നാം കണ്ടിട്ടില്ല. എന്നാൽ ആ പൂർവ്വ മാതൃകകളെ സൃഷ്ടിച്ച് അരങ്ങിലേക്ക് എത്തിക്കുകയാണ് ചുട്ടിക്കാരൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഈ ചുട്ടിക്കാരൻ ഒരിക്കലും അരങ്ങിൽ നടക്കുന്നതൊന്നും അറിയാറില്ല. തൻ്റെ കഥാപാത്രങ്ങൾ അരങ്ങിൽ എന്തു ചെയ്യുന്നു എന്നുള്ളത് ചുട്ടിക്കാരന് വിഷയവുമല്ല. അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട് വിട്ടയച്ച കഥാപാത്രങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് ചുട്ടിക്കാരന് വിഷയമല്ലാത്തതുപോലെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചയച്ച ചുട്ടിക്കാരനെ മറ്റുള്ളവർക്കും വിഷയമല്ല. കാരണം ആ ചുട്ടിക്കാരൻ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ മറക്കപ്പെടുകയോ ചെയ്യുകയാണ് പതിവ്. ഇതാണ് ഈ കവിതയുടെ ഉള്ളടക്കം. അത്തരത്തിൽ ഒരു ചുട്ടിക്കാരൻ എൻ്റെ മനസ്സിൽ എന്നെ വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം എന്ന ഉള്ളൂരിൻ്റെ വരി ഓർത്തുകൊണ്ട് ഈ കവിതയിലേക്ക് കടക്കുന്നു. ചുട്ടിക്കാരൻ. ചുട്ടിക്കാരൻ. അണിയറ വിളക്കായി ചായുന്നു സൂര്യൻ, നിഴൽപ്പായയിൽ ചുട്ടിക്കുത്താൻ കിടപ്പൂ നടന്മാർ. അണിയറ വിളക്കായി ചായുന്നു സൂര്യൻ, നിഴൽപ്പായയിൽ ചുട്ടിക്കുത്താൻ കിടപ്പൂ നടന്മാർ. പച്ചയതിരിട്ട മുഖത്തായി കൈവിറപ്പിച്ചും പതപ്പിച്ചും ചുട്ടികുത്തുന്നു ബിരുദൻ ചുട്ടിക്കാരൻ. കരവാളുപോലെ വെട്ടിയും വെട്ടാതെയും അടുക്കടുക്കായി പതിപ്പിച്ചൊരുക്കുന്നു കൗശലൻ. പാത്രങ്ങളോരോന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ഏതോ വിദൂര ഭൂതകാല ജീവസ്വരൂപങ്ങൾ. പാത്രങ്ങളോരോന്നുയർത്തെഴുന്നേൽക്കുന്നുണ്ട് ഏതോ വിദൂര ഭൂതകാല ജീവസ്വരൂപങ്ങൾ. രാജാക്കൾ, ഭീരുക്കൾ, ദുഷ്ടന്മാർ, സൗമ്യശീലർ, പ്രണയികൾ, വീറുറ്റോർ, വാശിക്കാർ, പരാക്രമികൾ. മേളപ്പെരുക്കത്താൽ മുഖരിതമരങ്ങിൽ കേൾക്കായി ഗായകൻ്റെ പതിഞ്ഞ പദാലാപം. പാത്രങ്ങളരങ്ങേറിയാൽ പിന്നെ തനിക്കെന്തു കാര്യം? ചുരുണ്ടുകൂടി ചുട്ടിക്കാരൻ സുഖനിദ്രയിൽ. പച്ചയും കത്തിയും കരിയും മിനുക്കുമായി പ്രണയിച്ചും കലഹിച്ചും കൊന്നും വെന്നും അവരാടിക്കളിക്കും മനോധർമ്മം. പുലരും മുമ്പേ വേഷമഴിച്ചവരുറങ്ങാൻ പുറപ്പെട്ടുകൊള്ളും. വെളിച്ചം തിരയടിച്ചെത്തും, എല്ലാം മറയ്ക്കും. കഥയും കളിയും അരങ്ങുമണിയറയും മായും. കഥയും കളിയും അരങ്ങുമണിയറയും മായും. അന്നം തേടി പല വഴി പിരിഞ്ഞകലും കാണികൾ. ചുട്ടിയടർപ്പുകൾ പെറുക്കിക്കളിക്കും കുട്ടികൾ. ജീവിതം നിറഞ്ഞാടുമ്പോഴും സ്വച്ഛനിദ്രയിൽ ഈ ചുട്ടിക്കാരൻ. പകൽ വറ്റുന്നേരം പിടഞ്ഞെണീറ്റതാ പോകുന്നുണ്ടയാൾ. മറ്റൊരണിയറയിലേക്കാവാം അവിടെ കിടപ്പുണ്ടാം ആടാൻ വിധിച്ചവർ പാത്രരൂപം പൂണ്ടുയിർക്കാനായി. പകൽ വറ്റുന്നേരം പിടഞ്ഞെണീറ്റതാ പോകുന്നുണ്ടയാൾ. മറ്റൊരണിയറയിലേക്കാവാം അവിടെ കിടപ്പുണ്ടാം ആടാൻ വിധിച്ചവർ പാത്രരൂപം പൂണ്ടുയിർക്കാനായി. ആടാൻ വിധിച്ചവർ
പാത്രരൂപം പൂണ്ടുയിർക്കാനായി. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.